സോ എല്ലാവർക്കും മാജിക് ഡേ 1 സ്വാഗതം. സോ ഇവിടെ നമ്മൾ 28 ദിവസമാണ് ഈ മാജിക് പ്രോഗ്രാം ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ 10 ദിവസം എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ 12 ദിവസങ്ങൾ 1 to 12 ഡേയ്സ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് എന്താണ് കയ്യിലുള്ളത് അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്താണോ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ അതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതിലാണ് ഫോക്കസ് ചെയ്യുക. അതിലാണ് മാജിക് പ്രാക്ടീസസ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ 12 ദിവസം. അത് കഴിഞ്ഞാൽ അടുത്ത 10 ദിവസം നമ്മുടെ ആഗ്രഹങ്ങൾ, ഡിസയർ, നമ്മുടെ സ്വപ്നങ്ങൾ അതെങ്ങനെ മെച്ചപ്പെടുത്താം ഗ്രാറ്റിറ്റ്യൂഡിലൂടെ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് അടുത്ത 10 ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത 6 ദിവസം നമ്മുടെ ഹയർ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വലിയ കാര്യത്തിൽ അസുഖങ്ങളോ പ്രോബ്ലംസോ നെഗറ്റീവായുള്ള സിറ്റുവേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനാണ് അടുത്ത 6 ദിവസം. ഇങ്ങനെയാണ് 28 ഡേയ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് 3 സെക്ഷനായിട്ട്. ആദ്യം 1 to 12 ഡേയ്സ്, പിന്നെ 10 ഡേയ്സ്, പിന്നെ 6 ഡേയ്സ്. ഇതിൽ 17th ഡേ നമുക്ക് ബ്ലാക്ക് മാജിക് എനർജി ഉള്ളവരാണെങ്കിൽ അതും ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 28 ദിവസം നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഭാഗങ്ങളുമാണ് കവർ ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ആഫ്റ്റർ 28 ഡേയ്സ് അല്ല സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഹാർട്ട് ചക്രയിൽ നിന്നുള്ള എനർജി കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്കം ഫോക്കസ് ചെയ്യാതെ നിങ്ങളെ ഹീൽ ചെയ്യാനും ഇതിലൂടെ പ്രപഞ്ചശക്തിയിലേക്ക് ആ ഒരു എനർജി സെൻഡ് ചെയ്യാനും നിങ്ങളുടെ എല്ലാ പാസ്റ്റ് കർമാസും കാര്യങ്ങളും ഹീൽ ചെയ്യാൻ വേണ്ടി നല്ലൊരു മനസ്സോടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടുപിടിക്കാനും നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രോബ്ലംസ് എന്ന് പറയാൻ പാടില്ല, ബ്ലെസ്സിങ്സിന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നതാണ്. സോ മാജിക് ഡേ 1 നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഇതാണ് ഈ മാജിക് ഡേ 1 പറയുന്നത്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ കൗണ്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ്? അപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുക നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന്. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട്? നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് അല്ലേ. ഇപ്പോൾ ഒരു പ്രശ്നം നടന്നപ്പോൾ വയനാട്ടിൽ എത്ര പേരാണ് അൺഎക്സ്പെക്റ്റഡായിട്ട് മരണപ്പെട്ടു പോയത്. സോ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ. ഇന്ന് രാത്രി പിറ്റേ ദിവസം കണ്ണ് തുറക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, താങ്ക് യു യൂണിവേഴ്സ് ബിക്കോസ് ഐ ആം അലൈവ്. എത്ര പേര് ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നുണ്ട്, എത്ര പേര് പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ യൂണിവേഴ്സിനോട് ഓരോ രീതിയിൽ താങ്ക് യു പറയാം. എത്ര നിങ്ങൾ മോർ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു മോർ അബണ്ടൻസ്. നമ്മൾ എത്രയും നന്ദി പറയുന്നു അത്രയും അബണ്ടൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ബ്ലെസ്സിങ്സും നിങ്ങൾ കൗണ്ട് ചെയ്യാം. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് തുറക്കുമ്പോൾ തന്നെ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. എൻ്റെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നതിന് ഒരുപാട് നന്ദി. ഹാർട്ട് ചക്രയിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഓരോ ഓർഗൻസിനോട് നിങ്ങൾക്ക് നന്ദി പറയാം. ശരീരഭാഗങ്ങളുടെ ഓരോ ഓർഗൻസിനോട് നിങ്ങൾക്ക് നന്ദി പറയാം. നമ്മുടെ കണ്ണിനോടും ബ്രെയിനിനോടും കാലിനോടും എല്ലാത്തിനോടും നിങ്ങൾക്ക് നന്ദി പറയുന്നതാണ്. ഓക്കെ, എല്ലാ സെൻസ് ഓർഗൻസും നിങ്ങളെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതിനൊക്കെ നിങ്ങൾ നന്ദി പറയാം. അതുപോലെ നമ്മുടെ പാരൻസിനും നമ്മുടെ യൂണിവേഴ്സിനും നമുക്ക് കിടക്കാനൊരു വീടുണ്ടെങ്കിൽ എത്ര പേര് വീടില്ലാതെ വഴിയോരങ്ങളിൽ കിടക്കുന്നുണ്ട്. ചിലവർ വാടകയ്ക്കായിരിക്കും നിങ്ങൾ താമസിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ പോലും നിങ്ങൾക്കൊരു സ്ഥലവും കാര്യങ്ങളുണ്ടല്ലോ, അതിന് നിങ്ങൾ നന്ദി പറയാം. ഈ തരുന്ന ലൈറ്റിനോടും ഇലക്ട്രിസിറ്റിയോടും വെള്ളത്തിനോടും എന്തൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, വായു അല്ലേ. നമുക്ക് ഈ കൊറോണ വന്നപ്പോഴാണ് എത്ര പേരാണ് സിലിണ്ടേഴ്സ് പൈസ കൊടുത്ത് വാങ്ങിയിട്ട്, അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും ഫ്രീ ആയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന നമ്മൾ പൈസ കൊടുത്ത് സിലിണ്ടേഴ്സ് വാങ്ങിയപ്പോഴാണ് അവർക്ക് ആ ഒരു ഓക്സിജൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഓരോ ശ്വാസം എടുക്കുന്നതിലും നിങ്ങൾ നന്ദി പറയുക, വെള്ളത്തിനോട് നന്ദി പറയുക, നിങ്ങളോട് നന്ദി പറയുക. നിങ്ങൾ ഓരോ ബ്ലെസ്സിങ്സ് നിങ്ങൾ കൗണ്ട് ചെയ്യുക. നിങ്ങൾ ഒരു ബുക്കും പെന്നും ഞാൻ പറഞ്ഞു ജേർണൽ ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ 10 മിനിമമാണ് 10, ഇതിനേക്കാൾ കൂടുതൽ നന്മകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് റൈറ്റ്. ഓരോന്ന് എഴുതുമ്പോൾ യൂണിവേഴ്സ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ്. ഒരു 3 പ്രാവശ്യം താങ്ക് യു യൂണിവേഴ്സ് പറയാം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളെയും നിങ്ങൾ നന്ദി പറയാം. എത്ര പേർക്ക് അമ്മമാരില്ല, അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയവരുണ്ട്, നിങ്ങൾക്കത് ഉണ്ടായിരിക്കും, അതിനോട് നന്ദി പറയാം. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും കുറച്ച് കാർമികമായിരിക്കും, ഈവൻ അവരുണ്ടല്ലോ,
അതുപോലെ ഹസ്ബൻഡ് ഇല്ലാത്തവരുണ്ട്, നിങ്ങൾക്ക് ഹസ്ബൻഡ് ഉണ്ടായിരിക്കും, ഹസ്ബൻഡ് മക്കളും ചിലപ്പോൾ കുറച്ച് കാർമികമായിട്ട് നിങ്ങൾ ഉപദ്രവിക്കുന്നതായിരിക്കും, എന്നാലും നന്ദി പറയുക. അങ്ങനെ ചീത്ത പറയാനെങ്കിലും ഒരാളുണ്ടല്ലോ, എല്ലാത്തിനോടും നന്ദി പറയുക. നല്ല രീതിയിൽ വൈബ്രേഷൻസ് അവർക്ക് സെൻഡ് ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ഓൾവേസ് കണക്റ്റഡ് ചെയ്യുക. ഓരോ കാര്യത്തിനും നന്ദി പറയുക. നിങ്ങൾ കിച്ചണിൽ പോയി കുക്ക് ചെയ്യുമ്പോഴും ആ ഫുഡിലും നല്ല വൈബ്രേഷൻസ് കൊടുക്കുക. താങ്ക് യു. കാരണം ആ ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു പച്ചക്കറി നമ്മളിലേക്ക് എത്തിയെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്ത ആ കൃഷിക്കാരോടും ആ ഒരു മണ്ണ് കൊടുത്ത ആ സ്ഥലം കൊടുത്ത ആ ഒരു ഓണറോടും വണ്ടിയിൽ അതിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിച്ച ആ ഒരു ഡ്രൈവർമാരോടും എന്തൊക്കെ നമ്മളിലേക്ക് എത്തിച്ച് സഹകരിച്ച ആൾക്കാരോടൊക്കെ നന്ദി പറയാം. അവരുടെയൊക്കെ കൈകളായ എനർജി അതിലുണ്ടായിരിക്കും. അവരോട് ഒരുപാട് നന്ദി പറയാം. എല്ലാത്തിനോടും നന്ദി പറയാം. നിങ്ങൾക്ക് നന്ദി പറയാനുള്ള പോയിൻറ്റ്സ് നിങ്ങൾ ഇരുന്ന് കണ്ടുപിടിക്കുക. ആ ദിവസം ഫുള്ള് ഇപ്പോൾ ഡേ 1 ഫുള്ള് നിങ്ങൾ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാം. നിങ്ങൾ നടക്കുമ്പോഴും താങ്ക് യു സോ മച്ച്, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു അത്രയും നിങ്ങളുടെ ഇഷ്യൂ പറയുന്ന സംഭവങ്ങളൊക്കെ അവിടെ മെൽറ്റ് ചെയ്ത് പോകും. നിങ്ങളുടെ വൈബ്രേഷൻസ് നിങ്ങൾ ചേഞ്ച് ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ലോ വൈബ്രേഷൻ നിങ്ങൾ ഹൈ വൈബ്രേഷനിലേക്ക് ട്യൂൺ ആവുകയാണ്. ഓക്കെ, സോ മോർ യു സേ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു മോർ അബണ്ടൻസ്. അത്രയും അബണ്ടൻസാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അതുപോലെ നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന സ്വത്തിനോടും പൈസയോടും ഫോണിനോടും താങ്ക് യു പറയാം. നിങ്ങൾ നല്ല ഫോൺ, ഇപ്പോൾ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഫോണിനോട് നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഫോൺ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റഡ് ആയി വരും. അതെങ്ങനെ വരുമെന്നോ ചിന്തിക്കേണ്ട. നമുക്കിപ്പോൾ ഒരാൾ ഒരു പൈസ തരാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചോദിച്ചവർ തന്നില്ല, ഓക്കെ, ലെറ്റ് ദം ഗോ. അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക, താങ്ക് യു പറയുക. ചിലപ്പോൾ ആ ഒരു എമൗണ്ട് വേറെ ആളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ രീതിയിലൂടെ ആയിരിക്കും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരിക. അപ്പോൾ നിങ്ങളൊരാൾക്ക് സ്നേഹം കൊടുത്തെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിലും അൺകണ്ടീഷണൽ സ്നേഹിക്കുക. നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും ആ സ്നേഹം നിങ്ങളിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ അവരിൽ നിന്ന് വരണമെന്ന് വാശി പിടിക്കേണ്ട. അതുപോലെ തന്നെ ആ പൈസ അവരിൽ നിന്ന് തിരിച്ച് കിട്ടാൻ നിങ്ങൾ വാശി പിടിക്കേണ്ട. ഇറ്റ് വിൽ ഗെറ്റ് ഫ്രം അതർ പ്ലേസ്. ഓക്കെ, എപ്പോഴും എല്ലാത്തിനും നന്ദി പറയാം. ഇപ്പോൾ നിങ്ങൾ പോകുകയാണ്, ഒരു ബസ് മിസ്സായി വിചാരിക്കാം. നമ്മൾ ചോദിക്കും, ഈ ബസ് മിസ്സായി, എനിക്ക് അവിടെ എത്താൻ ലേറ്റായി. ചിലപ്പോൾ നിങ്ങൾ അതിൽ കയറുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ബസ് ആക്സിഡൻറ്റിൽ പെടും ഉള്ള ചാൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഫ്ലൈറ്റ് മിസ്സായിട്ട് അവർ വിഷമിച്ചു, പക്ഷേ ആ ഫ്ലൈറ്റ് ക്രാഷ് ആവുകയാണ് അവിടെ ചെയ്തത്. സോ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുക ചെയ്തതല്ലേ, അപ്പോൾ അവിടെ താങ്ക് യു ആണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇപ്പോൾ പൈസ കയ്യിൽ നിന്നും മിസ്സായിപ്പോയി, എൻ്റെ പൈസ ഞാൻ ശ്രദ്ധിക്കാതെ പോയല്ലോ. പക്ഷേ ആ ഒരു പൈസ അർഹതപ്പെട്ട ആൾക്കാരെ കയ്യിൽ എത്തുന്നുണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ നിന്നൊരു കാര്യം മിസ്സാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൊക്കെ, എൻ്റെയൊക്കെ ചെറുതിൽ ഇപ്പോൾ അടുത്ത് തന്നെ കുളിക്കുമ്പോൾ തന്നെ എൻ്റെ ഡയമണ്ടിൻ്റെ റിങ്ങൊക്കെ മിസ്സായിപ്പോയി. പക്ഷെ അത് ആരെങ്കിലും കയ്യിലേക്ക് അത് എത്തുന്നുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അതൊരു പോയിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഗെയിൻ ഉണ്ട്. അപ്പോൾ ഓക്കെ, അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിയതിന് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. എൻ്റെ മിക്ക ഗോൾഡും ചെറുതിലേ തൊട്ടിട്ട് മിസ്സാവാറുണ്ട്. അത് വെറുതെ ഊരിപ്പോവും. അപ്പോൾ അത് ചിലപ്പോൾ ഏതെങ്കിലും ജന്മത്തിൽ ചെയ്ത കർമ്മയായിരിക്കും. അത് ഇങ്ങനെയൊക്കെ സെറ്റിൽമെൻ്റ് ആയി പോകുന്നതായിരിക്കും. ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, അത് ഇങ്ങനെ പോകുന്നതായിരിക്കും. അങ്ങനെ അങ്ങനെ ചേഞ്ച് ആക്കുക. നമ്മുടെ ചിന്താഗതി മാറ്റി ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മുടെ ലൈഫിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യുന്നത്. ഓരോ ഡേയും ഓരോ കാര്യമാണ് നമ്മൾ ഹീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങളെ മൈൻഡിനെ മാറ്റി നിങ്ങൾ ഹാർട്ടിലൂടെ ചിന്തിക്കാൻ പോകുന്നു. നിങ്ങൾ കൂടുതൽ പ്യുവർ ആവാം. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, കുശുമ്പ്, അസൂയ, കുനിറ്റ്, വാശി, എന്തൊക്കെയാണോ നെഗറ്റീവായിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ട്, അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി ഒരു കാര്യം വാങ്ങി നമ്മുടെ വീട്ടിൽ വാങ്ങണം എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് എനിക്കത് ആവശ്യമുണ്ട്. ഒരു സാധനം വാങ്ങുമ്പോൾ, ഡ്രസ്സ് വാങ്ങുമ്പോൾ ഇത് എക്സ്ട്രാ ആയിട്ടാണ് ഞാൻ വാങ്ങുന്നത്, ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങാം. ഒരാൾ വാങ്ങിയെന്ന് കണ്ടിട്ട് നമ്മൾ വാങ്ങുന്നത് സത്യത്തിൽ അതൊരു യൂണിവേഴ്സിൻ്റെ ലോയിന് എതിരെയാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങാം. ഓക്കെ, നിങ്ങൾ ചിന്താഗതിയിലാണ് നിങ്ങൾ കൂടുതൽ റിച്ച് ആവേണ്ടത്. ഓക്കെ, റിച്ച്നെസ് നമ്മുടെ ചിന്താഗതിയിലാണ് അവിടെ. എപ്പോഴാണ് റിച്ച് ആവുന്നത് ചിന്താഗതി, അപ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നു. മോർ അബണ്ടൻസ്, മോർ ഓപ്പർച്യൂണിറ്റീസ്, മോർ ഹാപ്പിനെസ്, മോർ പീസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. സോ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. സോ ഇന്നത്തെ ഡേ 1 പ്രാക്ടീസ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ലൈഫിൽ കിട്ടിയ ഓരോ കാര്യങ്ങൾ ബ്ലെസ്സിങ്സിനോട് നന്ദി പറയുക. രാത്രി കിടക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കിട്ടിയ എൻ്റെ ഓരോ ബ്ലെസ്സിങ്സിനോടും താങ്ക് യു പറയുക. താങ്ക് യു സോ മച്ച്. ഇന്ന് തൊട്ട് നിങ്ങൾ താങ്ക് യു പറയാൻ പഠിക്കണം. ഗ്രാറ്റിറ്റ്യൂഡിന് അത്രയും ഹൈ പവറാണ്, വെരി ഹൈ പവറാണ്.
നമ്മൾ ഇന്നോവൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും ഇതിൽ. നിങ്ങൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന അനുസരിച്ച് നിങ്ങളുടെ ഓരോ കർമ്മ അവിടെ ക്ലെൻസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, സോ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ചുമ്മാ ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസ് വരും എന്ന മെൻറ്റാലിറ്റിയിലല്ല ചെയ്യേണ്ടത്. ഹാർട്ട് ചക്രയിൽ നിന്ന് പറയാം, ഐ എം വെരി താങ്ക്ഫുൾ ടു യൂണിവേഴ്സ് ബിക്കോസ് ഇങ്ങനൊരു ചാനൽ അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ വന്ന് കണ്ടതിനും എൻ്റെ ലൈഫിലേക്ക് ഒരു വലിയ ചേഞ്ചസ് വരാൻ പോകുന്നതിനും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കണ്ടുമുട്ടിയ ഓരോ പേഴ്സണോടും, നിങ്ങളുടെ പാരൻസിനോടും, നിങ്ങളുടെ പെറ്റിനോടും, നിങ്ങളുടെ ഹസ്ബൻഡിനോടും, അവരൊക്കെ നിങ്ങൾ ട്രിഗർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളിങ്ങനെ കൂടുതൽ ഹീലാവണമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അവരോടൊക്കെ കൂടുതൽ നന്ദി പറയുക. ഫോർഗീവ്നെസ് ആണ് അതൊക്കെ. നല്ല രീതിയിൽ നിങ്ങൾ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുക. സോ ഡേ 1 നിങ്ങൾ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോ ബ്ലെസ്സിങ്സും നിങ്ങൾ വിചാരിക്കും എനിക്ക് ബ്ലെസ്സിങ്സ് ഇല്ല, ഫുള്ള് ദുരിതമാണ്. ഇല്ല, നിങ്ങൾ പല രീതിയിൽ യൂണിവേഴ്സ് ബ്ലെസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇല്ല എന്നുള്ള ആ ഒരു ടേം നമ്മൾ ഇനി പറയില്ല, ഉണ്ട്. ഐ ആം അബണ്ടൻറ്റ്, ഐ ആം മണി മാഗ്നറ്റ്, ഐ ആം ഗ്രേറ്റ്ഫുൾ, ഐ ആം താങ്ക്ഫുൾ ടു യൂണിവേഴ്സ്. എപ്പോഴും നമ്മൾ നല്ല വൈബ്രേഷനുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ ടാരോ റീഡിങ്ങിൽ വരുമ്പോൾ പറയാറുണ്ട് എനിക്ക് ഇത്ര ഡെപ്റ്റാണ്, ക്യാൻസൽ. നമ്മൾ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ ക്യാൻസൽ എന്ന് പറയാം. കാരണം നമ്മൾ മാനിഫെസ്റ്റേഷൻസ് ആണ് ഇതൊക്കെ. നമ്മൾ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അട്രാക്ട് ചെയ്ത് വരും. എനിക്ക് അസുഖം വരുമോ, ക്യാൻസൽ അങ്ങനെ പറയുമ്പോൾ അത് വരിക ചെയ്യാം. ഹെൽത്ത് ബ്ലെസ്സിങ്സ് അങ്ങനെ പറയാം. മണി ബ്ലെസ്സിങ്സ്, എന്ത് നെഗറ്റീവാണോ അതിന് ബ്ലെസ്സിങ്സ് എന്ന് പറയാം. അപ്പോൾ കൂടുതൽ ബ്ലെസ്സിങ്സാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത്. അതെങ്ങനെ വരുന്നു, ഏത് കൈകളിൽ നിന്ന് വരുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അതിൻ്റെ സമയത്ത് എത്തുമ്പോൾ ഓരോ ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ടായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അവർ നമ്മളിലേക്ക് വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഡേ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ ഇന്ന് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്യുക. സോ സെക്കൻഡ് ഡേ നാളെ എന്ന് പറയുന്നത് മാജിക് ഡേ 2 ആണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാജിക് റോക്കാണ്. മാജിക് റോക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ വെള്ളാരം കല്ലോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പുഴയിൽ നിന്ന് കിട്ടുന്ന നല്ല കല്ലുണ്ടാവില്ല എന്ന് വെച്ചാൽ അധികം ഹാർഡായിട്ട് നല്ല സോഫ്റ്റ് എഡ്ജസൊക്കെ ആയിട്ടുള്ളത്, അങ്ങനത്തെ കല്ലുകൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയതൊക്കെ കുറേ വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു പാറയിൽ നിന്ന് കിട്ടിയ കല്ലുകളാണ് എൻ്റെ കയ്യിലുള്ള ക്രിസ്റ്റൽസ് പോലത്തെ. സോ അതാണ് ഞാൻ മാജിക് റോക്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കല്ലുകൾ നോക്കുക, നിങ്ങൾ വെള്ളാരം കല്ലുകളോ അങ്ങനെ നല്ല കല്ലുകളോ ക്രിസ്റ്റൽസോ, നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ പോലും പിങ്ക് റോസ് കോഡ്സൊക്കെ ക്രിസ്റ്റൽസൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ല ഏതെങ്കിലും ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യില്ല. ഒട്ടുമില്ലെങ്കിൽ വെള്ളാരം കല്ലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊന്ന് കയ്യിൽ പിടിക്കുക. കാരണം അത് വെച്ചിട്ടാണ് ഡേ 2 നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേത്തെ. അപ്പോൾ ആദ്യത്തെ 12 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഓരോ കാര്യത്തിനും, പാസ്റ്റിൽ നടന്ന കാര്യത്തിനുമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. അതിനുശേഷം അടുത്ത 10 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് 6th ഡേ, 6 ദിവസങ്ങൾ, ലാസ്റ്റ് 6 ഡേ എന്ന് പറയുന്നത് നമ്മൾ ഹയർ ലെവലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. സോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുന്നവരാണെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ കൂടുതലും താങ്ക് യു കമൻറ്റ് ചെയ്യുക. പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻസ് കൂടുതലായിട്ട് അവിടെ വരികയാണ് ചെയ്യുക. സോ വെരി താങ്ക് യു. നിങ്ങളുടെ ഓരോ പ്രാർത്ഥന നിങ്ങൾ യൂണിവേഴ്സിന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിച്ചത്. സോ അതിന് നിങ്ങളോടും ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. അതിലൂടെ ഞാനും നിങ്ങളെ കൂടെ തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മാജിക്കിൻ്റെ ബുക്ക് വാങ്ങാം, അതും നല്ലതാണ്. കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. വായിക്കാം ഓക്കെ, പക്ഷേ ഒരു ബാക്കിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമ്പോഴാണ് കൂടുതൽ നിങ്ങൾക്ക് അതൊരു പ്രചോദനമായിട്ട് വരിക അല്ലേ. സോ അതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കരുതിയത്. ഓക്കെ, സോ എല്ലാവരും നല്ല തൃപ്തിയോടെ യൂണിവേഴ്സാണ് നിങ്ങളെ കൊണ്ട് നയിക്കുന്നത് രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതിലൂടെ നിങ്ങൾ ഇന്നോവർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇന്നോവർക്കും കൂടി ചെയ്യുമ്പോൾ കൂടുതൽ ഹൈ വൈബ്രേഷനിലേക്ക് എത്തും. ഇനി ഒരാൾ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യരുത്. എല്ലാവരും പോസിറ്റീവ് വൈബ്രേഷനിലൂടെ ഇരിക്കണം. എപ്പോഴും ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ലൈഫിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, പക്ഷെ ഓൾവേസ് ബി ഹാപ്പി. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല ശബ്ദങ്ങളും ഡിസ്റ്റർബൻസസ് ഒക്കെ വരും. എല്ലാതും നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഓക്കെ, എല്ലാത്തിനോടും അത് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുക. താങ്ക് യു പറയാം. എന്ത് പ്രശ്നം ഉണ്ടായാലും താങ്ക് യു പറയാം. എല്ലാത്തിനും പിന്നിലും ഒരു നല്ലൊരു, എല്ലാ അമംഗളത്തിലും ഒരു മംഗളമുണ്ടെന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ നിങ്ങളെല്ലാം അങ്ങനെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓയിൽ പോയി അല്ലെങ്കിൽ ഇത് പോയി, ഓക്കെ, അത് പോകുന്നത് അതിൻ്റെ പോകാനുള്ളതാണ്. ലെറ്റ് ഇറ്റ് ബി. കാരണം ഞാൻ അബണ്ടൻ്റ് ആണ്, ഇത് പോയി കഴിഞ്ഞാൽ എനിക്ക് വാങ്ങാനുള്ള സമ്പത്ത് എൻ്റെ അക്കൗണ്ടിലുണ്ട്. അങ്ങനത്തെ വൈബ്രേഷനിൽ നിങ്ങളിരിക്കുക.
അയ്യോ ആ ഒരു ശബ്ദമേ നമ്മൾ പറയില്ല, ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ. അങ്ങനെ നെഗറ്റീവായിട്ട് അറിയാതെ വരുമ്പോൾ അപ്പോൾ ക്യാൻസൽ 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 എന്ന് പറയാം. ഓക്കെ, സോ താങ്ക് യു, വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആണ്. ബ്ലെസ്സിങ്സ് നിങ്ങൾ ജേർണലിൽ എഴുതാം. നിങ്ങൾക്ക് കൂടെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ച് അപ്പോൾ കൂടുതൽ താങ്ക് യു പറയുന്ന കാര്യങ്ങൾ താങ്ക് യു പറയും. യൂണിവേഴ്സ് എൻ്റെ ലൈഫിൽ ഇതൊക്കെ ലഭിച്ചത് ഒരുപാട് നന്ദി, താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞിട്ട് നിങ്ങൾ മാജിക് ഡേ 1 അവിടെ എൻഡ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ഡേത്തെ പ്രാക്ടീസ്. വെരി സിമ്പിളാണ്. സെക്കൻഡ് ഡേ നമ്മൾ റോക്ക് വെച്ചിട്ടുള്ള പ്രാക്ടീസാണ്. റോക്ക് വെച്ചിട്ട് ആ ഡേ കണ്ടിന്യൂ ചെയ്തിട്ട് ഫുള്ള് താങ്ക് യു പറയുന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡേ. ഓക്കെ, സോ താങ്ക് യു.